ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നാടൻ സ്റ്റൈലിലുള്ളൊരു സാമ്പാറാണ്. മലബാർ സ്റ്റൈലിൽ തേങ്ങ വറുത്തരച്ച് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ സാമ്പാറിൽ സാമ്പാർ പൗഡർ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറികൾ മുരിങ്ങക്കായ, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ക്യാരറ്റ് ഇവയൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മത്തൻ്റെ ഒരു കഷ്ണം ചേർക്കാം, അതുപോലെ തന്നെ ചേന ഇവയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കാം. സാമ്പാറിന് അധികം പുളി വേണ്ടാത്തതുകൊണ്ട് കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു 1.5 കപ്പ് പരിപ്പും അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കായവും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചെയ്യാനുള്ളത് വെണ്ടയ്ക്കയും സവാളയും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ പാനിൽ തന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും സവാളയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ കൂടുതൽ കൊഴുപ്പും അതുപോലെ ടേസ്റ്റും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, 4 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പും കായവും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചൂടാക്കി വെച്ച പൊടികളും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികളും അതുപോലെ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്ക, സവാള ഇവയെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം അടുപ്പത്ത് വെച്ച് ഒരു 2 വിസിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. ഇനി എയർ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പച്ചക്കറികളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ കറിക്ക് കട്ടിക്കനുസരിച്ച് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും. താങ്ക് യു.